Hello dears, welcome back to ISKC English. Hello dear students. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പോയട്രി ആണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ജോണേഴ്സ് ഓഫ് ലിറ്ററേച്ചർ എന്നുള്ളതിൽ പോയട്രി, ആ പോയട്രിയിലെ ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് സോണറ്റ് ആയിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓടാണ്. അപ്പൊ നമുക്കിനി പോയട്രിയിൽ ഓടും അതുപോലെ തന്നെ എലിജിയും മാത്രമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ എന്താണ് ഓഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലിറിക് പോയം അഡ്മയറിംഗ് ഓർ പ്രൈസിംഗ് ആൻ ഇൻസിഡന്റ് ഓർ പേഴ്സൺ ഓർ ഇലസ്ട്രേറ്റിംഗ് നേച്ചർ both in rational as well as emotional terms. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടൈപ്പ് ഓഫ് ലിറിക് പോയമാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കവിതയിൽ അഡ്മയറിംഗ് ഓർ പ്രൈസിങ്, അതിലൊന്നുകിൽ അതിൽ പ്രൈസ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ അഡ്മയർ ചെയ്യുന്നുണ്ടായിരിക്കും, പ്രശംസിക്കാം. അഡ്മയറിംഗ് എന്ന് പറഞ്ഞാലും പ്രൈസിങ് എന്ന് പറഞ്ഞാലും പ്രശംസിക്കുക എന്നാണ്. ആൻ ഇൻസിഡന്റ് ഓർ എ പേഴ്സൺ, ഒന്നുകിൽ ഒരു ഇൻസിഡന്റ് ഒരു സംഭവത്തെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു പേഴ്സണെ ആയിരിക്കും. ഇനി ഇതുമല്ലെങ്കിൽ മൂന്നാമതൊരു കാര്യം പറയുന്നത് ഇലസ്ട്രേറ്റിംഗ് നേച്ചർ, അല്ലെങ്കിൽ പ്രകൃതിയെ വിശദീകരിക്കുന്നത്. ബോത്ത് ഇൻ റാഷണൽ ആസ് വെൽ ആസ് ഇമോഷണൽ ടേംസ്, അതിൽ വൈകാരികമായിട്ടുള്ളതോ അല്ലെങ്കിൽ യുക്തിസഹമായിട്ടുള്ളതോ ആയ രീതികളിലൂടെ. ബോത്ത് ഇൻ എമോഷണൽ, എന്താ പറയുന്നത്, റാഷണൽ ആസ് വെൽ ആസ് എമോഷണൽ ടേംസ്. റാഷണൽ ആയിട്ടുള്ളത്, അതായത് യുക്തിസഹമായിട്ടുള്ളതോ യുക്തിസഹജമായിട്ടുള്ളതോ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ളതോ ആയ ടേംസ്, രീതിയിൽ ഏതെങ്കിലും ഒരു നേച്ചർ, ഒന്നുകിൽ പ്രകൃതിയെ ഇലസ്ട്രേറ്റ് ചെയ്യുന്നതോ അതല്ലെങ്കിൽ ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റിനെയോ പുകഴ്ത്തുന്നത്, പ്രശംസിക്കുന്നതോ ആയിട്ടുള്ള ലിറിക് പോയമാണ് ഓഡ്. ഇനി രണ്ട് തരത്തിലുള്ള ഓഡുകളാണുള്ളത്. ഒന്ന് ദ റെഗുലർ ഓർ പിൻഡാരിക് ഓഡ്. അതായത് അപ്പൊ എന്താണ് റെഗുലർ ഓർ പിൻഡാരിക് ഓഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പുരാതന ഗ്രീക്ക് പോയറ്റാണ് പിൻഡാർ. അദ്ദേഹത്തിൻ്റെ സ്റ്റൈല്, ആ സ്റ്റൈല് ഫോളോ ചെയ്യുന്നത്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പിൻഡാരിക് ഓഡ് അല്ലെങ്കിൽ ദ റെഗുലർ ഓഡ് എന്ന് പറയുന്നത്. എന്താണ് ഗ്രീക്ക് പോയറ്റായിട്ടുള്ള പിൻഡാറിന്റെ ഓഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീസ് പാഷനേറ്റ്. അദ്ദേഹത്തിന്റെ ഓടുകൾ വളരെ പാഷനേറ്റ് ആണ്, വളരെ വൈകാരികതയുള്ളതാണ്, പാഷനേറ്റ് ആയിട്ടുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് മറ്റൊരു ഓടാണ് ദ ഒറേഷ്യൻ ഓഡ്. അതായത് റോമൻ പോയറ്റായിട്ടുള്ള ഒറേസ്, അദ്ദേഹം തുടങ്ങി വെച്ച ഓഡ്, അതിനെ ഫോളോ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ശൈലിയാണ് ഒറേഷ്യൻ ഓഡ് എന്ന് പറയുന്നത്. ഈ ഒറേഷ്യൻ ഓഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാമാണ്, അതുപോലെ തന്നെ മെഡിറ്റേറ്റീവ് ആണ്, വളരെ ശാന്തമാണ്, അതുപോലെ തന്നെ കാം ആൻഡ് മെഡിറ്റേറ്റീവ്. ഇതാണ് ഒറേഷ്യൻ ഓഡിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ പിൻഡാരിക് ഓർ ദ റെഗുലർ ഓഡിന്റെ പ്രത്യേകതയാണ് അത് പാഷനേറ്റ് ആണ്. അപ്പൊ ഇതാണ് രണ്ട് ഓടുകൾ, പ്രധാനപ്പെട്ട രണ്ട് ഓടുകൾ. അതിൽ ഒന്ന് പിൻഡാരിക് ഓർ റെഗുലർ ഓഡ്, അടുത്ത ടൈപ്പാണ് ഏത്, ഒറേഷ്യൻ ഓഡ്. ഇനി ഓഡിനുള്ള എക്സാമ്പിൾ PB ഷെല്ലീസ് ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ്. ഓഡിനുള്ള ഒരു എക്സാമ്പിൾ ആണ് PB ഷെല്ലിയുടെ ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ്. അതുപോലെ തന്നെ അനദർ എക്സാമ്പിൾ ആണ് ജോൺ കീറ്റ്സിന്റെ ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ഏൺ, അനദർ എക്സാമ്പിൾ. അപ്പൊ ഇത്രയുമാണ് ഓഡിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഓഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറിക് പോയമാണ്. അത്തരം ഒരു കവിതയിലൂടെ ഒന്നുകിൽ പ്രകൃതിയെ വിശദീകരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെയോ ഒരു ഇൻസിഡന്റിനെയോ പ്രശംസിക്കുന്നത്, പുകഴ്ത്തുന്നത്, അത്തരം ഒരു
ലിറിക് പോയമാണ് ഓഡ്. പിന്നെ 2 ടൈപ്പ് ഓഡുകൾ, പിന്നെ ഓഡിന് എക്സാമ്പിളും ഇത്രയാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് എലിജി എന്താന്നുള്ളതാ. എലിജി ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പോയം ലാമന്റിങ് ഓർ. അപ്പൊ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എലിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കവിതയാണ്. അപ്പൊ എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അതില് വിലാപമായിരിക്കും, ലാമന്റിങ് വിലപിക്കായിരിക്കും, അല്ലെങ്കിൽ ഒന്നുകിൽ വിലാപമായിരിക്കും, അല്ലെങ്കിൽ കമ്മെമ്മറേറ്റിംഗ് ദ ഡെത്ത് ഓഫ് സംവൺ, ആരുടെങ്കിലും മരണത്തെ കുറിച്ചുള്ള ഒരു ചിന്തയായിരിക്കും അതിൽ. അവ 2 കാര്യമാണ് പറയുന്നത്. ഒന്നുകിൽ വിലാപമായിരിക്കും, അല്ലെങ്കിൽ മരണപ്പെട്ട ഒരാളെ കുറിച്ചുള്ള സംവൺ, ആരെങ്കിലും ആവാം, ആ വ്യക്തിയെ കുറിച്ച് കമ്മെമ്മറേറ്റിംഗ് ദ ഡെത്ത് ഓഫ് സംവൺ, ആരുടെയെങ്കിലും മരണത്തിലുള്ള ഓർമ്മ, അല്ലെങ്കിൽ വിലാപം, അതിലെഴുതുന്ന കവിതയാണ് എലിജി, വിലാപകാവ്യം. ദ മൂഡ് ഓഫ് എലിജി ഈസ് മെലങ്കളിക്, കണ്ടംപ്ലേറ്റീവ് ആൻഡ് മോൺഫുൾ. ഒരു എലിജിയുടെ മൂഡ് എന്ന് പറയുന്നത് അത് എഴുതപ്പെട്ടിരിക്കുന്നത് മെലങ്കളിക് ആയിരിക്കും, ശോകമായിരിക്കും അതിൻ്റെ മൂഡ്, ശോകം. അല്ലെങ്കിൽ കണ്ടംപ്ലേറ്റിംഗ്, ചിന്തിക്കുന്നതായിരിക്കും, അതല്ലെങ്കിൽ മോൺഫുൾ, വിലാപമായിരിക്കും. ഇനി അതിന് എക്സാമ്പിൾ ആണ്, എലിജിക്ക് എക്സാമ്പിൾ ആണ് ജോൺ മിൽട്ടന്റെ ലിസിഡാസ്, അതുപോലെ തന്നെ ലോർഡ് ടെന്നീസന്റെ ഇൻ മെമ്മോറിയം എന്നുള്ളത്. ലോർഡ് ടെന്നീസന്റെ മെമ്മോറിയം, അതുപോലെ തന്നെ മിൽട്ടന്റെ ലിസിഡാസും. അവ എലിജി എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ മരണത്തിന്റെ ഓർമ്മയോ അല്ലെങ്കിൽ ആ ഒരു മരണത്തിലെ വിലാപമോ പ്രതിഫലിപ്പിക്കുന്ന കവിത, അത്തരമൊരു കവിത, ആ ഒരു ഓർമ്മയിൽ എഴുതുന്ന കവിതയാണെന്ത്, എലിജി. എലിജിയുടെ മൂഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ അത് മെലങ്കളിക്കായിരിക്കും, ശോകമായിരിക്കും, അല്ലെങ്കിൽ കണ്ടംപ്ലേറ്റീവ് ആയിരിക്കും, ചിന്തിക്കുന്നതായിരിക്കും, ചിന്തിച്ചുകൊണ്ടിരിക്കും ആരുടെയെങ്കിലും മരണത്തിൽ, അതുമല്ലെങ്കിൽ മോൺഫുൾ, ദുഃഖമായിരിക്കും. അവ ഇത്രയാണ് കവിതയെക്കുറിച്ച് പോയട്രി എന്ന സെക്ഷനിൽ വരുന്നത്. ഇനി 2ാമത്തെ സെക്ഷനാണ് പ്രോസ്. രണ്ടാമത്തെ നമ്മൾ പഠിക്കുന്നത് പ്രോസ് ആണ്. അനദർ ജോണർ ഓഫ് ലിറ്ററേച്ചർ ഈസ് പ്രോസ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് എ റെപ്രസെന്റേറ്റീവ് ഫോം ഓഫ് ലാംഗ്വേജ് which makes use of grammatical forms and mode of utterance that is free of any rhythmic structure. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഭാഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന്റെ ഭാഷ എന്ന് പറയുന്നത് മേക്സ് യൂസ് ഓഫ് ഗ്രാമാറ്റിക്കൽ ഫോംസ്. ഇതിന്റെ ഭാഷയിൽ ഗ്രാമാറ്റിക്കൽ ഫോംസ് ഉണ്ടായിരിക്കും, ഗ്രാമറിന്റെ രൂപങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മോഡ് ഓഫ് അട്ടറൻസ്, സംസാര രീതികൾ ഉണ്ടായിരിക്കും, സംസാര ശൈലികൾ, പ്രയോഗങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഓഫ് എനി റിതമിക് സ്ട്രക്ചർ. പക്ഷെ താളം എന്ന് പറയുന്നത് ഉണ്ടാവില്ല, ഇതിന് റിതം ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രോസിന്റെ പ്രത്യേകത. ആ പ്രോസിൽ എന്തൊക്കെ പിന്നെ ഉണ്ടാവുക? പ്രോസിൽ ഉണ്ടാകുന്നത് ഗ്രാമാറ്റിക്കൽ ഫോംസ്, മോഡ് ഓഫ് അട്ടറൻസ്. അട്ടറൻസ് എന്ന് പറഞ്ഞാൽ സ്പോക്കൺ, സംസാര ശൈലികൾ, സംസാര രീതികൾ. അപ്പൊ സംസാര രീതികളും അതുപോലെ തന്നെ ഗ്രാമാറ്റിക്കൽ ഫോംസുമുള്ള, തീർത്തും താളമില്ലാത്ത ഒരു ഭാഷയെ പ്രതിനിധീകരിക്കുന്ന രൂപമാണ് പ്രോസ്. അത്തരമൊരു രൂപമാണ്, ആ ഒരു രൂപത്തെയാണ് നമ്മൾ പ്രോസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അഡോപ്റ്റഡ്. ഈ പ്രോസിന്റെ രൂപത്തെ, ഈ സ്റ്റൈലിനെ സ്വീകരിച്ചിരിക്കുന്നു, അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. എവിടെയെല്ലാം ഇത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, എവിടെ സ്വീകരിച്ചിട്ടുണ്ട്? ഫോർ ദ മെജോറിറ്റി ഓഫ് സ്പോക്കൺ ഡയലോഗ്. അധിക സ്പോക്കൺ ഡയലോഗുകളുടെയും ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് പ്രോസ് സ്റ്റൈലായിരിക്കും. കഴിഞ്ഞില്ല, പിന്നെയോ അവ സ്പോക്കൺ ഡയലോഗിൽ ഉണ്ടായിരിക്കും സയന്റിഫിക് ഡിസ്കോഴ്സസ്, ശാസ്ത്രീയമായിട്ടുള്ള ഡിസ്കോഴ്സുകൾ, ശാസ്ത്രീയമായിട്ടുള്ള എഴുത്തുകൾ, ശാസ്ത്രീയമായിട്ടുള്ള ലേഖനങ്ങൾ, ആസ് വെൽ ആസ് ഇൻ ദ കോമ്പോസിഷൻ ഓഫ് ഫിക്ഷണൽ വർക്ക്സ്. അതുപോലെ തന്നെ ഫിക്ഷണൽ വർക്കിലും ഉപയോഗിക്കുന്ന സ്റ്റൈല് പ്രോസ് സ്റ്റൈലാണ്.
എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇത് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഡ്യൂ ടു ഇറ്റ്സ് സിംപ്ലിസിറ്റി ആൻഡ് ലൂസ്ലി ഡിഫൈൻഡ് സ്ട്രക്ചർ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഒന്ന് അതിന്റെ സിംപ്ലിസിറ്റി ആണ്, വളരെ ലാളിത്യമുള്ള, വളരെ സിമ്പിൾ ആയിരിക്കുന്ന, അതുപോലെ തന്നെ ലൂസ്ലി ഡിഫൈൻഡ് സ്ട്രക്ചർ, അലങ്കാരങ്ങളില്ലാത്ത ഒരു സ്ട്രക്ചറാണ്. അതാണ് ലൂസ്ലി ഡിഫൈൻഡ് സ്ട്രക്ചർ. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇത് സയന്റിഫിക് ഡിസ്കോഴ്സസിൽ, അതുപോലെ തന്നെ മെജോറിറ്റി ഓഫ് സ്പോക്കൺ ഡയലോഗുകളിൽ, അതുപോലെ തന്നെ ഫിക്ഷന്റെ കോമ്പോസിഷനിലും ഈ ഒരു ലാംഗ്വേജ്, ഈ ഒരു പ്രോസ് എന്ന് പറയുന്ന സ്റ്റൈല് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ, ഈ ഒരു ഭാഷ, ഈ ഒരു സ്റ്റൈല്, പ്രോസ് എന്ന് പറയുന്ന സ്റ്റൈല് അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് സാധാരണയായിട്ട് ഉപയോഗിച്ച് കാണുന്നത് ന്യൂസ് പേപ്പറുകളില്, ജേർണലുകളില്, മൂവീസില്, റൈറ്റിംഗ്സ് ഓൺ ഹിസ്റ്ററി, ഫിലോസഫി, സയൻസ് ആൻഡ് ലോ. നിയമവുമായി ബന്ധപ്പെട്ട, സയൻസുമായി ബന്ധപ്പെട്ട, ഫിലോസഫിയുമായി ബന്ധപ്പെട്ട, ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട റൈറ്റിംഗ്സ്, എഴുത്തുകളിലെല്ലാം ഈ ഒരു സ്റ്റൈൽ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തിനെ കുറിച്ച് പറയാനുള്ളത്? പ്രോസിനെ കുറിച്ച് പറയാൻ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസ് എന്ന് പറയുമ്പോൾ അതിൽ ഗ്രാമാറ്റിക്കൽ ഫോംസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മോഡ് ഓഫ് അട്ടറൻസ് ഉണ്ടായിരിക്കും. എന്നാൽ തീർത്തും അതിൽ റിതമിക് സ്ട്രക്ചർ ഉണ്ടാവില്ല, അതിൽ താളബോധമില്ലാത്ത ഭാഷയായിരിക്കും. പിന്നെ ഈ ഭാഷയുടെ സിംപ്ലിസിറ്റിയും അതുപോലെ തന്നെ ഒരു ലൂസ്ലി ഡിഫൈൻഡ് സ്ട്രക്ചർ, അലങ്കാരങ്ങളില്ലാത്ത ഒരു ലൂസ്ലി ഡിഫൈൻഡ് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസ് സ്റ്റൈല് സയന്റിഫിക് ഡിസ്കോഴ്സുകളിലും അതുപോലെ തന്നെ അധിക സ്പോക്കൺ ഡയലോഗുകളിലും, പിന്നെയോ മൂന്നാമതായിട്ട് എവിടെയാണ് ഉപയോഗിക്കുന്നത്? മൂന്നാമതായിട്ട് ഫിക്ഷന്റെ കോമ്പോസിഷനിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റൈല്, ഈ ഒരു പ്രോസ് മെത്തേഡ് ഓർ സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമുക്ക് എവിടെയൊക്കെ കാണാം? ന്യൂസ് പേപ്പറില്, ജേർണലുകളില്, അതുപോലെ തന്നെ മൂവികളില്, റൈറ്റിംഗ്സ് ഓൺ ഹിസ്റ്ററി, ഫിലോസഫി, അതുപോലെ തന്നെ സയൻസ്, ലോ, ഇത്തരത്തിലുള്ള റൈറ്റിംഗ്സിലും നമുക്കിത് കാണാം. അപ്പൊ ഇത്രയാണ് എനിക്ക് പ്രോസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എന്താണ് ഡിഗ്രിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ക്വസ്റ്റ്യൻ നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇത് ഏത് ഭാഗത്തുനിന്നും ഏതും ചോദിക്കാം. അതായത് പോയത്തെ കുറിച്ച് ചോദിക്കാം, പ്രോസിനെ കുറിച്ച് ചോദിക്കാം. ഇന്നതിന് പ്രാധാന്യം എന്ന് എടുത്തു പറയാൻ കഴിയില്ല. ഇനി മൂന്നാമത്തേത് പറയാനുള്ളത് ഡ്രാമയാണ്, മൂന്നാമത്തെ വിഭാഗം. അപ്പൊ ആദ്യം പറഞ്ഞത് പോയട്രി, രണ്ടാമത് പറഞ്ഞത് പ്രോസ്, മൂന്നാമത്തേത് ഡ്രാമ. എന്താ ഡ്രാമയെ കുറിച്ച് പറയാനുള്ളത്? ഇറ്റ് ഈസ് എ ലിറ്റററി ഫോം, ഇറ്റ് ഈസ് എ ലിറ്റററി ഫോം പ്രൈമറിലി ഡിസൈൻഡ് ഫോർ ദ തിയേറ്റർ. തിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നാടകക്കൊട്ട. സിനിമാ തിയേറ്റർ എന്നൊക്കെ പറയുന്ന പോലെ പണ്ടുണ്ടായിരുന്നത് നാടകക്കൊട്ടകളാണ്. അപ്പൊ നാടകക്കൊട്ടകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ് ഡ്രാമകൾ, നാടകക്കൊട്ടകളിൽ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് ഈസ് അക്കംപനീഡ് ബൈ ഡയലോഗ്. നാടകങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയിൽ അക്കംപനീഡ് ബൈ ഡയലോഗ്, ഡയലോഗിന്റെ അകമ്പടി ഉണ്ടായിരിക്കും. അപ്പൊ ഡ്രാമ ഈസ് എ ലിറ്റററി ഫോം primarily designed for the theater and is accompanied by dialogue and performance. അപ്പോൾ നാടകം എന്ന് പറയുമ്പോൾ പ്രാഥമികമായിട്ട് തിയേറ്ററുകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. നാടകം എന്ന് പറയുമ്പോൾ അതിൽ ഡയലോഗും അതുപോലെ തന്നെ അതിന് പെർഫോമൻസും, അത് പെർഫോം ചെയ്യപ്പെടാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഡയലോഗ് ഉണ്ടായിരിക്കും. ഇറ്റ് പ്രസൻസ്, ഒരു നാടകത്തിൽ പ്രസന്റ് ചെയ്യുന്നത് ഫിക്ഷണൽ ഓർ നോൺ ഫിക്ഷണൽ എലമെന്റ്സ്. ഒന്നുകിൽ അതിന് ഫിക്ഷണൽ, അതായത് ഭാവനയാൽ എഴുതി ഉണ്ടാക്കപ്പെട്ട കഥകളും കാര്യങ്ങളും എലമെന്റ്സും അതിലുണ്ടായിരിക്കും. അല്ലെങ്കിൽ നോൺ ഫിക്ഷണൽ ആയിരിക്കും, യഥാർത്ഥ സംഭവങ്ങളും ഉണ്ടാവാം. ദേ ആർ ആൾസോ നോൺ ആസ്, ഈ നാടകങ്ങളുടെ മറ്റൊരു പേരാണ്
നാടകങ്ങൾ പ്ലേസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്ലേ. ദ റൈറ്റേഴ്സ് ആർ നോൺ ആസ് പ്ലേ റൈറ്റ്സ്. നാടകം എഴുതുന്ന ആളുകൾ പ്ലേ റൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. മറ്റൊരു പേരാണ് ഡ്രമാറ്റിസ്റ്റ്. പ്ലേ റൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇനി എ ക്ലോസറ്റ് ഡ്രാമ. എന്താണ് ക്ലോസറ്റ് ഡ്രാമ? ശ്രദ്ധിക്കാം, 1 മാർക്ക് ക്വസ്റ്റ്യൻ. എ ക്ലോസറ്റ് ഡ്രാമ ഈസ് intended to be read rather than performed. പെർഫോം ചെയ്യുന്നതിനേക്കാൾ വായിക്കാൻ വേണ്ടി എഴുതുന്ന നാടകമാണ് ക്ലോസറ്റ് ഡ്രാമ. അപ്പൊ ക്ലോസറ്റ് ഡ്രാമ പെർഫോം ചെയ്യാനല്ല, വായിക്കാനാണ് കേട്ടോ. എ ക്ലോസറ്റ് ഡ്രാമ ഈസ് intended, ഉദ്ദേശിച്ചിട്ടുള്ളതാണ്, ടു ബി റെഡ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക കുട്ടികളെ, റെഡിന്റെ സ്പെല്ലിങ് READ എന്നാണ്. അതായത് റീഡിന്റെ സെയിം സ്പെല്ലിംഗ് ആണ്. പക്ഷെ നമ്മൾ അത് V1 ആയിട്ട് ഉപയോഗിക്കുമ്പോൾ റീഡ് എന്ന് വായിക്കും, V2 ആവുമ്പോൾ റെഡ് എന്ന് വായിക്കും, V3 ആവുമ്പോൾ റെഡ് എന്ന് വായിക്കും. ഇവിടെ V3 ആണ്. അതായത് intended to be read. അതായത് ഈ ബിക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് V3 ആണ്. അതുകൊണ്ടാണ് ഞാൻ റീഡ് എഴുതിയത് റെഡ് എന്ന് വായിക്കുന്നത്, റാദർ ദാൻ പെർഫോംഡ്. ഇനി ഞാൻ പറഞ്ഞു തരുന്നത് ക്ലോസറ്റ് ഡ്രാമയ്ക്കുള്ള എക്സാമ്പിൾ ആണ് കേട്ടോ. മൊത്തത്തിൽ ഡ്രാമയ്ക്കല്ല. എക്സാമ്പിൾ ഫോർ ക്ലോസറ്റ് ഡ്രാമ ഈസ് ലോർഡ് ബൈറൺസ് മാൻഫ്രെഡ്. ബൈറന്റെ മാൻഫ്രെഡ് എന്നുള്ളത് ഒരു ക്ലോസറ്റ് ഡ്രാമയാണ്, മെന്റ് ഫോർ റീഡിങ്. അടുത്തത് എക്സാമ്പിൾ ഫോർ ഡ്രാമ. ഡ്രാമക്കുള്ള എക്സാമ്പിള് പ്ലേസ് ഓഫ് ഷേക്സ്പിയർ. ഷേക്സ്പിയറിന്റെ നാടകങ്ങൾ, ജൂലിയസ് സീസർ ആയിക്കോട്ടെ, മർച്ചന്റ് ഓഫ് വെനീസ് ആയിക്കോട്ടെ, എല്ലാം എന്താണ്? എക്സാമ്പിൾസ് ഓഫ് ഡ്രാമ. ഡ്രാമക്കുള്ള എക്സാമ്പിൾ ആണ് പ്ലേസ് ഓഫ് ഷേക്സ്പിയർ, ഷേക്സ്പിയറിന്റെ നാടകങ്ങൾ. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വ്യത്യസ്ത തരത്തിലുള്ള നാടകങ്ങളാണ്. വ്യത്യസ്ത തരത്തിലുള്ള നാടകങ്ങൾ കേട്ടോ. അതിൽ ഞാൻ ആദ്യം പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഡ്രാമയാണ്. ആദ്യം പറയുന്നത് ഏതാ? 3 തരം ഡ്രാമയാണ് പഠിക്കാനുള്ളത്. ഒന്നാമതായി പഠിക്കുന്നത് ഹിസ്റ്റോറിക്കൽ ഡ്രാമ. ഹിസ്റ്റോറിക്കൽ ഡ്രാമ എളുപ്പമുണ്ട് കേട്ടോ പഠിക്കാൻ. ഇതൊക്കെ 1 മാർക്കിനും 2 മാർക്കിനും ചോദിക്കട്ടോ. കാരണം എല്ലാം ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഡിഗ്രിയുടെ പ്രത്യേകതയാണ്, എല്ലാ ചാപ്റ്ററും തൊട്ട് വെച്ച് പോകും. അപ്പൊ എന്താണ് ഹിസ്റ്റോറിക്കൽ ഡ്രാമ? ഇറ്റ് ഈസ് എ പ്ലേ meant to be enacted on the stage. ഹിസ്റ്റോറിക്കൽ ഡ്രാമ എന്ന് പറയുമ്പോൾ സ്റ്റേജിൽ അഭിനയിക്കാൻ വേണ്ടി എഴുതപ്പെട്ട ഡ്രാമയാണ്. പക്ഷെ എന്താ പ്രത്യേകത? ഹാവിങ് ഹിസ്റ്റോറിക്കൽ പ്ലോട്ട് ആൻഡ് സെറ്റിംഗ്. അതിന്റെ കഥ എന്ന് പറയുന്നത്, പ്ലോട്ട്, കഥാതന്തു എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ആയിരിക്കും. അതിന്റെ കഥ ചരിത്രപരമായിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ ചരിത്രപരമായിട്ടുള്ള ഒരു സെറ്റിങ്, ഒരു പശ്ചാത്തലവും അതിലുണ്ടായിരിക്കും. അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ എന്ന് പറയുമ്പോൾ അതിൽ ഹിസ്റ്റോറിക്കൽ പ്ലോട്ട്, ഹിസ്റ്റോറിക്കൽ സെറ്റിംഗ് ഉണ്ടായിരിക്കും. പിന്നെ അത് എഴുതപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അത് എഴുതുന്നത്? മെന്റ് ടു ബി ഇനാക്റ്റഡ് ഓൺ ദ സ്റ്റേജ്. എക്സാമ്പിൾ ആണ് ഷേക്സ്പിയേഴ്സ് ആന്റണി ആൻഡ് ക്ലിയോപാട്ര. ഷേക്സ്പിയറിന്റെ ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്നുള്ളത് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഹിസ്റ്റോറിക്കൽ ഡ്രാമ. അടുത്ത ഡ്രാമ ടൈപ്പാണ് കോമഡി. അടുത്ത ടൈപ്പ് ഏതാ? കോമഡി. എന്താണ് കോമഡി? കോമഡി ഈസ് എ പ്ലേ മെന്റ് ടു ബി ഇനാക്റ്റഡ്. കോമഡി വായിക്കാൻ വേണ്ടി എഴുതിയതല്ല. അപ്പൊ കോമഡി ഒരു ക്ലോസറ്റ് ഡ്രാമയല്ല. കോമഡി ഈസ് മെന്റ് ടു എന്തിനു വേണ്ടിയിട്ടാ? ബി ഇനാക്റ്റഡ് ഓൺ ദ സ്റ്റേജ്. സ്റ്റേജിൽ ഇനാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അഭിനയിക്കാനുള്ളതാണ്. പിന്നെ എന്താണ് കോമഡിയുടെ പ്രത്യേകത? ഹാവിങ് എ പ്ലോട്ട് വിത്ത് ഹാപ്പി എൻഡിങ്. ഇതാണ് കോമഡിയുടെ പ്രത്യേകത. കോമഡിയുടെ പ്ലോട്ട്, കഥ എന്ന് പറയുന്നത് അതിനൊരു ഹാപ്പി എൻഡിങ് ഉണ്ടായിരിക്കും. വിത്ത് ഹാപ്പി എൻഡിങ്, രസകരമായ സന്തോഷകരമായിട്ടുള്ള എൻഡിങ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ ആണ് ഓസ്കാർ വിൽഡേസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏർണസ്റ്റ്. ഓസ്കാർ വിൽഡേയുടെ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏർണസ്റ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ കോമഡി. അടുത്തതായിട്ട് ട്രാജഡിയാണ്. എന്താണ് ട്രാജഡി? കോമഡിയുടെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ട്രാജഡി. ട്രാജഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലേ മെന്റ് ടു ബി ഇനാക്റ്റഡ് ഓൺ ദ സ്റ്റേജ്,
ഹാവിങ് എ പ്ലോട്ട് വിത്ത് ട്രാജിക് എൻഡിങ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, മെന്റ് ടു ബി ഇനാക്റ്റഡ് ഓൺ ദ സ്റ്റേജ്, സ്റ്റേജിൽ അഭിനയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. മാത്രമല്ല ഹാവിങ് എ പ്ലോട്ട് വിത്ത് എ ട്രാജിക് എൻഡിങ്, അതിന്റെ കഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ കഥയ്ക്ക് ഒരു ട്രാജിക് എൻഡ് ആയിരിക്കും, ഒരു ദുരന്ത പര്യവസാനം. അതിന്റെ അവസാനം എന്ന് പറയുന്നത് ദുരന്തമായിരിക്കും. എങ്ങനെയാണ് ഒരു ട്രാജഡിയുടെ ദുരന്തം എന്ന് പറയുന്നത്? കൾമിനേറ്റിംഗ്. ഒരു ട്രാജഡിയുടെ അവസാനം, ഒരു ദുരന്ത നാടകത്തിന്റെ അവസാനം എന്ന് പറയുന്നത് കൾമിനേറ്റിംഗ്, ചെന്നെത്തുന്നത്, അവസാനം സംഭവിക്കുന്നത് ഇൻ ദ ഡെത്ത് ഓഫ് ദി മെയിൻ ക്യാരക്ടർ, പ്രധാന കഥാപാത്രത്തിന്റെ മരണത്തിലായിരിക്കും ട്രാജഡി അവസാനിക്കുക. അതായത് പ്രധാന കഥാപാത്രം, മെയിൻ ക്യാരക്ടർ മീൻസ് ദ ഹീറോ, ഹീറോയുടെ മരണത്തിലായിരിക്കും അത് അവസാനിക്കുക. നോക്കൂ, എക്സാമ്പിൾ കേട്ടോളുക. ഈഡിപ്പസ് റെക്സ് എന്ന നാടകത്തിന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വല്ലാത്തൊരു ഗ്രീക്ക് നാടകമാണ് എന്ത്? ഈഡിപ്പസ് റെക്സ്. ഇതിന്റെ സ്പെല്ലിങ് OEDIPUS എന്നാട്ടോ. ഈഡിപ്പസ് എന്നാണ് വായിക്കുക. ഈഡിപ്പസ് റെക്സ് വല്ലാത്തൊരു ദുരന്ത നാടകമാണിത്. റിട്ടൺ ബൈ സോഫോക്ലീസ്, അതായത് ഗ്രീക്ക് റൈറ്റർ ആയിട്ടുള്ള സോഫോക്ലീസ് എഴുതിയിട്ടുള്ള വല്ലാത്തൊരു ദുരന്ത നാടകമാണ് ഇത് ഈഡിപ്പസ് റെക്സ്. വല്ലാത്തൊരു ദുരന്ത നാടകമാണിത് കേട്ടോ. ഇനി നോക്കൂ, ഇത്രയാണ് ഡ്രാമയെ കുറിച്ച് പറയാനുള്ളത്. പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ ഡ്രാമയെ കുറിച്ച് എഴുതാന്നുള്ളത്. 5 മാർക്കിന് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യം സാറേ പറയുമെന്ന് എന്നോട് ചോദിച്ചിരുന്നു, ആരോ കമന്റ് ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഡ്രാമ പരിഗണിക്കാട്ടോ. ഇനി അടുത്തത് 4ാമത്തെ ജോണർ ഓഫ് ലിറ്ററേച്ചർ, 4ാമത്തേത് ഫിക്ഷൻ ആണ്. എന്താണ് ഫിക്ഷൻ? അപ്പൊ ഫിക്ഷനിൽ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഇറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് പ്രോസ്. ഫിക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു പ്രോസ് ആണ് ഫിക്ഷൻ. പ്രോസ് സ്റ്റൈലാണ് ഫിക്ഷനിൽ വരുന്നത്. ഇറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് പ്രോസ് ദാറ്റ് ഡീൽസ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി വിത്ത് ഇൻഫോർമേഷൻ ഓർ ഇൻസിഡൻസ് ദാറ്റ് ആർ നോട്ട് റിയൽ ബട്ട് റാദർ ഇമാജിനറി. യഥാർത്ഥമല്ലാത്ത, നോട്ട് റിയൽ, യഥാർത്ഥമല്ലാത്ത, ഇമാജിനറി, സങ്കല്പമായിട്ടുള്ള ഇൻസിഡൻസ്, സംഭവങ്ങൾ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ, അറിവ്, അത്തരം കാര്യങ്ങളുമായിട്ട് ഡീല് ചെയ്യുന്ന പ്രോസ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരിക്കലും യാഥാർത്ഥ്യമാവില്ല, ഭാവനയായിരിക്കും. എവിടെ? ഫിക്ഷൻ. അപ്പൊ എന്താണ് ഫിക്ഷൻ? ഇറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് പ്രോസ് ദാറ്റ് ഡീൽസ്. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസ് ആണ്. ആ പ്രോസ് ഡീല് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി, ഒന്നുകിൽ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ പാർഷ്യലി, ഭാഗികമായിട്ടും അത് ഡീല് ചെയ്യുന്നത് വിത്ത് ഇൻഫോർമേഷൻ ഓർ ഇൻസിഡൻസ് ദാറ്റ് ആർ നോട്ട് റിയൽ. റിയൽ അല്ലാത്ത സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പ്രോസിനെയാണ് നമ്മൾ ഫിക്ഷൻ എന്ന് വിളിക്കുക. അതെന്തായിരിക്കും? റാദർ ഇമാജിനറി, അത് സങ്കല്പമായിരിക്കും. വൈൽ ഫിക്ഷൻ ഈസ് പ്രൈമറിലി ഇമാജിനേറ്റീവ്. ഒരു ഫിക്ഷൻ എന്ന് പറയുമ്പോൾ അത് പ്രാഥമികമായിട്ടും അത് ഇമാജിനേറ്റീവ് ആണ്. അതിൻ്റെ എടുത്തു പറയേണ്ട സവിശേഷത എന്ന് പറയുന്നത് ഇമാജിനേറ്റീവ് ആണ്. വൈൽ ഫിക്ഷൻ ഈസ് പ്രൈമറിലി ഇമാജിനേറ്റീവ്. ഫിക്ഷൻ പ്രാഥമികമായിട്ട് ഇമാജിനേറ്റീവ് ആകുമ്പോൾ നോൺ ഫിക്ഷൻ ഡീൽസ് വിത്ത്, നോൺ ഫിക്ഷൻ എന്തുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്? വിത്ത് ഫാക്ട്. ഇവിടെ നിങ്ങൾ 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ പഠിക്കണം. എന്താണ് നോൺ ഫിക്ഷൻ? നോൺ ഫിക്ഷൻ ഇസ് എ കൈൻഡ് ഓഫ് പ്രോസ് ദാറ്റ് ഡീൽസ് വിത്ത് ഫാക്ട് ഓർ ഇവന്റ്സ് ദാറ്റ് ഹാവ് റിയലി ഹാപ്പൻഡ്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായി, ഫാക്റ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രോസാണ് ഏത്? നോൺ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഫിക്ഷനോ ഇമാജിനേഷനുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ റിയൽ അല്ലാത്തതുമായി ബന്ധപ്പെട്ട പ്രോസാണ് നോൺ ഫിക്ഷൻ. ഇനി ഫിക്ഷൻ ഈസ്, അല്ലേ, നോൺ ഫിക്ഷൻ, അതായത് നമ്മൾ ഈ പറഞ്ഞ ഫിക്ഷൻ. അപ്പൊ ഫിക്ഷൻ ഇമാജിനേറ്റീവ് ആണ്, നോട്ട് റിയൽ, അത് റിയൽ അല്ല. എന്നാൽ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ ഫാക്റ്റ് ആണ്, അത് റിയൽ ആണ്.
ഇനി ഫിക്ഷൻ ഭാവനയല്ലേ, എന്തിനാണത്? ഫിക്ഷൻ ഈസ് യൂഷ്വലി റെഡ്. ഞാനത് റെഡ് എന്ന് വായിക്കാനുള്ള കാരണം ഫിക്ഷൻ ഈസിന് ശേഷം V1 ആയ റീഡ് ഉപയോഗിക്കൂല. ഈസിന് ശേഷം ഉപയോഗിക്കേണ്ട വെർബ് ഫോം ഒന്നുകിൽ ING അല്ലെങ്കിൽ V3. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫിക്ഷൻ ഈസ് യൂഷ്വലി റെഡ് ഫോർ പ്ലഷർ. പ്രഷർ അല്ല, പ്ലഷർ, ഹാപ്പിനെസ്. അപ്പൊ സന്തോഷത്തിന് വേണ്ടി വായിക്കുന്നതാണ് എന്ത്? ഫിക്ഷൻ. സന്തോഷത്തിന് വേണ്ടി വായിക്കുന്നതാണ് ഫിക്ഷൻ. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ഞാനിവിടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ് കേൾക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക. നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പോയിന്റ്സ് ചെയ്തിരിക്കുക. അത്യാവശ്യം ഇത് പോയിന്റ്സ് ആണ്. ഞാൻ അത്യാവശ്യം വെട്ടിക്കുറച്ചിട്ടാണ് ഈ നോട്ട് നിങ്ങൾക്ക് നൽകുന്നത്. ഞാൻ പറഞ്ഞിരുന്നു വളരെ വെട്ടിക്കുറച്ചിട്ടാണ് ഞാൻ ഈ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി എന്ത് ചെയ്യാ, ചില ആളുകൾ ഇതന്നെ നോട്ടായിട്ട് എഴുതിയെടുക്കലില്ലെങ്കിൽ ഇതന്നെ നോട്ടായിട്ട് വായിക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓർക്കാൻ വേണ്ടി മാത്രം പോയിന്റ്സ് കുറിച്ചു വെക്കാം. അതൊരു നല്ല ശീലമാണ്. അപ്പൊ ഞാൻ സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടൊക്കെ ഒന്ന് കാണുക. കമന്റ്സ് നിങ്ങൾ ധൈര്യമായിട്ട് അറിയിച്ചോളൂ. ഡൗട്ട്സ് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.